നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു സ്ഥലം എനിക്കറിയാം, ഇത്തിരി കാട്ടുപ്രദേശം, പക്ഷേ അതിമനോഹരമാണ് അവിടെ. എനിക്ക് ഉറപ്പാ ആ സ്ഥലം പാർവതിക്ക് ഇഷ്ടപ്പെടും. അവിടെ ചെന്ന ഇവൾക്ക് നല്ല സ്വസ്ഥത കിട്ടുകയും ചെയ്യും. എന്നാ പിന്നെ പാർവതി, നീയും വിശാലും കൂടി പുറത്തേക്കൊന്ന് പോയിട്ട് വാ. അതൊക്കെ വേണോ? വേണം വേണം വേണം, ഇപ്പൊ തന്നെ പോണം. നീ വന്നേ, വന്ന് റെഡിയാക്കി വാ. വരാൻ സർ, അച്ഛമ്മേ പോ പോ. ചേച്ചി, ചേച്ചി, ആ, ഒരു വിശേഷമുണ്ട്. എന്ത് വിശേഷം? വിശാല് പാർവതിയും കൊണ്ട് ഔട്ടിങ്ങിന് പോവുക. അവിടെ അതിന്റെ ഡിസ്കഷൻ നടക്കുന്ന ഞാൻ കേട്ടു. ഓഹോ, അവരെങ്ങോട്ടാ ഔട്ടിങ്ങിന് പോകുന്നത്? അത് വല്ലതും നീ കേട്ടോ? ആ, അത് സിറ്റിക്ക് പുറത്തുള്ള ഏതോ കാട്ടുപ്രദേശത്തേക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, സിംഗപ്പൂർ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് അവൻ വന്നത് അവളോടൊപ്പം ഇവിടെ കറങ്ങാൻ വേണ്ടിയാ. വിവാഹം കഴിഞ്ഞ് 1 വർഷം ആയെങ്കിലും അവര് മധുവിതൊന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ. ചേച്ചി നോക്കിക്കോ, ഇനി വിശാലിന്റെ പാർവതിയുടെ മധുവിധം ആഘോഷമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നേ. അപ്പോ അവര് യാത്ര പോകുന്ന വിവരം നിങ്ങളും അറിഞ്ഞു അല്ലേ? ഇവൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. അങ്കിള് പറഞ്ഞതാ ശരി. ഇനി നമ്മൾ കാണാൻ പോകുന്നതേ അവരുടെ ഹണിമൂൺ ഡേയ്സ് തന്നെ ആയിരിക്കും. അധികം വൈകാതെ പാർവതി വിശേഷം അറിയിക്കുകയും ചെയ്യും. അല്ല, നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ച ഞാനാ ഇപ്പൊ വിഡ്ഢി. നിങ്ങൾ എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്? വിശാലുമായിട്ടുള്ള വിവാഹം നടത്തിത്തരാനല്ലേ? അത് നടത്തിത്തരാന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. നടക്കില്ല. ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അതെനിക്ക് ബോധ്യായി. വെറുതെ പാഴ്മോഹം കൊണ്ട് ഞാൻ എന്തിനു നടക്കണം? ഞാൻ എന്തിനു ആർക്കു വേണ്ടി കാത്തിരിക്കണം? ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ ശരിക്കൊരു അധികപ്പറ്റ. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ജാസ്മിൻ, തിടുക്കത്തിൽ നീ ഒരു തീരുമാനം എടുക്കണ്ട. അവരിവിടെ നിന്നൊരു ഔട്ടിങ്ങിന് പോകുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്നുവെച്ചാ ജാസ്മിൻ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഇതൊരു അവസരമാണ്. പ്രതാപൻ പറഞ്ഞതനുസരിച്ച് സിറ്റിയിൽ നിന്നും അകലെയുള്ളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് അവര് പോകുന്നത്. സ്വാഭാവികമായും അവിടെ മനുഷ്യവാസം തീരെ ഉണ്ടാവില്ല. ഒരാളെ അവിടെ വെച്ച് കൊന്നു തള്ളിയാൽ പോലും ആരും അറിയില്ല എന്ന് സാരം. നീയും വിശാലും തമ്മിലുള്ള വിവാഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന അവളെ, ആ പാർവതിയെ, മനസ്സ് വെച്ചാൽ നിനക്ക് അവിടെ വെച്ച് തന്നെ തീർക്കാം. നീ റൈഫിൾ ഷൂട്ടിംഗില് നാഷണൽ ചാമ്പ്യൻ അല്ലേ? ഉന്നം തെറ്റാതെ വെടിയുതിർക്കുന്ന ഷൂട്ടർ. നിന്റെ ആ കഴിവൊന്ന് പുറത്തെടുക്കുമോളെ. ചിതറിത്തെറിക്കട്ടെ ആ പാർവതിയുടെ ശിരസ്. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്ന് പാർവതിക്ക് അറിയോ? എത്ര ദൂരമായാലും എന്താ? വിശാൽ സാർ കൂടെയുള്ളപ്പോ എത്ര ദൂരം ഉണ്ടെങ്കിലും ഞാനത് അറിയേയില്ല. വിശാൽ സാറിനോടൊപ്പമുള്ള ഈ യാത്ര ഒറ്റയടിക്ക് ഈ ഭൂമിയുടെ
ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്കായാലും എനിക്ക് ഒരിക്കലും മടുക്കില്ല സാർ. വിശാൽ സാറിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോന്നും മിണ്ടിയും പറഞ്ഞും എത്ര മണിക്കൂർ വേണമെങ്കിലും സഞ്ചരിക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. അമ്പടി കേമി, നീ ആള് കൊള്ളാലോ. അതെ, നമ്മള് പോകുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും അല്ല, ഒരു കാട്ടുപ്രദേശത്തേക്ക്. അവിടെ കൊടുങ്കാടാ. നിനക്ക് പേടിയുണ്ടോ? ഞാൻ എന്തിനാ പേടിക്കുന്നേ? എന്റെ കൂടെ വിശാൽ സാറില്ലേ? വിശാൽ സാറ് കൂടെയുള്ളപ്പോ ഏത് വനങ്ങളിൽ പോവാനും ഞാൻ തയ്യാറാ. വിശാൽ സാർ, ഞാൻ നാടും വീടും വിട്ട് വിശാൽ സാറിനോടൊപ്പം ഇറങ്ങി വന്നത് തന്നെ ഈ ജീവിതകാലം മുഴുവൻ വിശാൽ സാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിശാൽ സാറിനോടൊപ്പം ജീവിക്കുന്നുള്ള ഉറച്ച തീരുമാനത്തോടെ. അതുകൊണ്ട് വിശാൽ സാർ എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കും. എവിടേക്ക് വിളിച്ചാലും ഞാൻ കൂടെ വരും. അത് എന്റെ സന്തോഷം. നിനക്ക് എന്നോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നോ? ഞാനത് തിരിച്ചറിയാൻ വൈകിപ്പോയല്ലോ. സത്യം പറഞ്ഞ എനിക്കിപ്പോ അതിന് വലിയ കുറ്റബോധം തോന്നുന്നുണ്ട്. എല്ലാം ഉദയന്നൂരമ്മയുടെ നിശ്ചയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. വിശാൽ സാറ് എന്റെ സ്നേഹം തിരിച്ചറിയാതിരുന്നപ്പോഴും ഒരു നാള് വിശാൽ സാർ എല്ലാം തിരിച്ചറിഞ്ഞ് എന്നെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന ഉദയന്നൂരമ്മ എന്റെ മനസ്സിരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോ അക്ഷരം പ്രതി സംഭവിക്കുന്നു. അത്ര തന്നെ. നിന്റെ ക്ഷമയെ ഞാൻ സമ്മതിച്ചു. സ്നേഹമുള്ളിടത്ത് ക്ഷമ താനേ ഉണ്ടായിക്കോളും വിശാൽ സാർ. പാർവതി, നിന്നെപ്പോലെ സൗന്ദര്യവും ഇത്രമേൽ സ്നേഹമുള്ളൊരു ഭാര്യയെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഭാഗ്യമൊന്ന് പറയാനാവില്ല വിശാൽ സാർ. സാറിന് ഒരാപത്തും വരരുതെന്ന എന്റെ പ്രാർത്ഥന. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഭാഗ്യം കിട്ടാൻ ഞാൻ കാരണമാണത് സംഭവിച്ചതെന്ന് എല്ലാവരും പറയും. സാറും ചിലപ്പോ അങ്ങനെ പറഞ്ഞേക്കും. ഒരു മാനുഷിക പരിഗണന പോലും അന്ന് എനിക്ക് സാർ തന്നെന്ന് വരില്ല. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. എന്തുകൊണ്ടാ ആ പാമ്പിന്റെ പുറ്റ് വീണ്ടും വീണ്ടും എന്റെ കണ്ണിൽ തെളിയുന്നത്? ഇനി ഭയപ്പെടുന്നത് പോലെ വിശാൽ സാറിന് എന്തെങ്കിലും ആപത്ത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.